ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഈ കാണുന്ന സാധനം എന്താണെന്ന് അറിയാത്തവരാരും ഉണ്ടാവില്ല, കാരണം ഇതെല്ലാവർക്കും പരിചയമുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതിന് ഞങ്ങൾ പുല്ലെണ്ണ എന്നാണ് പറയുന്നത്. ഇതിന് പല നാട്ടിലും പല പേരായിരിക്കും. ഇത് നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ഈ പടന്ന എന്നൊരു പുല്ലുണ്ട്. ആ പുല്ലിൻ്റെ പുറത്തേക്കുള്ള വേരുകളിൽ മഴവെള്ളം തങ്ങി നിന്നിട്ട് ഇങ്ങനെ ആകുന്നതാണ് കേട്ടോ. അത് നമ്മൾ പുല്ലെണ്ണ എന്ന് പറയുമെങ്കിലും ചില നാട്ടിൽ ഇതിന് കണ്ണിൽ തുള്ളി എന്നാണ് പേര് കേട്ടോ. അങ്ങനെ പല നാടുകളിലും ഇതിന് പല പേരായിരിക്കും. നമുക്കറിയാവുന്ന ഭാഗങ്ങളിലൊക്കെ ഇതിന് പുല്ലെണ്ണ തന്നെയാണ് പേര് കേട്ടോ. ഇനി മറ്റെന്തെങ്കിലും പേരുകൾ ഉണ്ടെങ്കിൽ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ കമൻറ്റ് ചെയ്യട്ടോ. നമ്മുടെ നാട്ടിൻപുറങ്ങളിലും മതിലുകളിലും വേലികളിലൊക്കെ കാണുന്ന ഈ സാധനം ഏതായാലും കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഈ വെള്ളം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ, മഞ്ഞത്തുള്ളി പോലെ നിൽക്കുന്നത് കാണുമ്പോൾ നല്ല രസമാണ്. ഇനി ഇതിന് എന്തെങ്കിലും ഉപയോഗമുണ്ടോ, ഇതുകൊണ്ട് മറ്റെന്തെങ്കിലും ഗുണമുണ്ടോ എന്നൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളറിവിൽ ഇത് മറ്റു ഉപയോഗങ്ങൾക്കൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മളിത് കണ്ണിലിങ്ങനെ തേക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. ചെറുപ്പത്തിൽ നമ്മളിതൊക്കെ പൊട്ടിച്ച് കളിച്ചിനെങ്കിലും നമ്മളിപ്പോൾ ഇത് ഇത്രയും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഇത്രയും അധികം ഇത് കാണുന്നത് ആദ്യമായിട്ടാട്ടോ. ഈ മതിലിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതാണ് ഭയങ്കര ഭംഗിയുണ്ടത്. ഈ മഞ്ഞത്തുള്ളി പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ ഭയങ്കര രസം. നിങ്ങളത് കണ്ടു നോക്കിയത്. ഇത് കാണുമ്പോൾ നമുക്ക് നമ്മളെ ചെറുപ്പകാലമൊക്കെ ഓർമ്മ വരും. സ്കൂളിൽ പോകുന്ന കാലത്തൊക്കെ ഇത് മതിലിൽ നിന്നും വെയിലിൽ നിന്നൊക്കെ ഇത് പൊട്ടിച്ച് കണ്ണിൽ തേക്കലും, കണ്ണിൽ അതിൻ്റെ ആ തണുപ്പ് തട്ടുമ്പോൾ കിട്ടുന്നൊരു സുഖമെല്ലാം ആലോചിക്കുമ്പോൾ ഭയങ്കര രസമാണ് ഇപ്പോൾ കേട്ടോ. പക്ഷേ ഇപ്പോൾ നമ്മളാരും ഇത് മൈൻഡ് ചെയ്യാറില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് വലിയ ധാരണയില്ല. ഇതാരും കണ്ടാലും വലിയ ഇതൊന്നും അവർക്കില്ല. നമ്മളൊക്കെ ഇത് കാണുമ്പോൾ നമുക്ക് ആ പഴയ ഓർമ്മകളൊക്കെ ഉള്ളത് കാരണം നമ്മളിത് നോക്കുകയും അത് വീണ്ടും പൊട്ടിച്ച് കണ്ണിൽ തേക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ഈ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.